പുരാണ ഗ്രന്ഥങ്ങളിലോ സിനിമകളിലോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആളുകളായോ മൃഗങ്ങളായോ പ്രത്യക്ഷപ്പെട്ട് സ്വന്തം ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതുപോലെ നമ്മുടെ കൺമുന്നിൽ ഒരു നാണയത്തെ പക്ഷിയോ പൂവോ ആക്കി മാന്ത്രികരും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ അടിസ്ഥാന കണങ്ങളുടെ ലോകത്ത് യാഥാർത്ഥ്യമായും ഇത് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ന്യൂട്രിനോ ഓസിലേഷൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ന്യൂട്രിനോ? ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും അധികം ഇടപഴകാതെ കടന്നുപോകുന്ന അദൃശ്യമായ അടിസ്ഥാന കണങ്ങളാണ് ന്യൂട്രിനോകൾ. ഇതിനെ ഗോസ് പാർട്ടിക്കിൾ അഥവാ ചെകുത്താൻ കണം എന്നും വിളിക്കുന്നു. ന്യൂട്രിനോ ഓസിലേഷൻ എന്ന പ്രതിഭാസത്തെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ന്യൂട്രിനോകളെ വാനില, സ്ട്രോബെറി, ബട്ടർസ്കോച്ച് എന്നീ 3 രുചികളിൽ വരുന്ന ഐസ്ക്രീമുകളായി സങ്കല്പിക്കുക. എന്നാൽ സാധാരണ ഐസ്ക്രീമിൽ നിന്ന് വ്യത്യസ്തമായി അവ ഒരേ രുചിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അവ സഞ്ചരിക്കുമ്പോൾ വളരെ നിഗൂഢമായി വാനിലയിൽ നിന്ന് സ്ട്രോബെറിയിലേക്കും പിന്നീട് ബട്ടർസ്കോച്ചിലേക്കും രൂപാന്തരം പ്രാപിക്കുന്നു. ഏതാണ്ട് മാന്ത്രികമായി തോന്നുന്ന രീതിയിൽ നിരന്തരം മാറുന്നുണ്ടെന്നർത്ഥം. ഇനി നമുക്ക് ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരാം. ന്യൂട്രിനോകൾ 3 തരത്തിലാണ് നിലനിൽക്കുന്നത്: ഇലക്ട്രോൺ ന്യൂട്രിനോകൾ, മ്യൂൺ ന്യൂട്രിനോകൾ, ടോ ന്യൂട്രിനോകൾ. ഒരു കാലത്ത് ശാസ്ത്രജ്ഞർ ഒരു ന്യൂട്രിനോ എന്നേക്കുമായി അതേപടി നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അവ സഞ്ചരിക്കുമ്പോൾ ഒരു തരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായി പരിവർത്തനം ചെയ്യുന്നുണ്ടെന്നാണ് പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ പ്രതിഭാസം ന്യൂട്രിനോകൾക്ക് വളരെ ചെറിയ പിണ്ഡമുണ്ടെന്ന് തെളിയിച്ചു. ഇത് കണികാ സിദ്ധാന്തത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. ന്യൂട്രിനോ ഓസിലേഷൻ കണികാ സിദ്ധാന്തത്തെ പുനർനിർമ്മിച്ചു എന്നർത്ഥം. ഇത് പ്രപഞ്ചത്തിന്റെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു.